ഞാന് സീരിയല് കാണാറുള്ള ആളല്ല. അല്ലയോ? അല്ല. പക്ഷേ എന്റെ അമ്മയൊക്കെ ഇതിനകത്ത് തന്നെയാണ്. ജീവിതം ഇതിനകത്ത് തന്നെയാണ്. അവര് എത്ര കൊല്ലം പോയി കാണും ഇതിനകത്ത്? അമ്മ ഒത്തിരി വർഷങ്ങളായി സീരിയൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെയാണ്. അതുപോലെ സാറ് അമ്മയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇരുത്തേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതാ വരാത്തത്. ഒത്തിരി ആൾക്കാർ പുറത്തിറങ്ങാൻ പറ്റാതെയും മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒത്തിരി അമ്മമാരും അച്ഛന്മാരും എല്ലാരും ഉണ്ട്. അവരൊക്കെ ഇത് വെച്ച് കണ്ട് ഇതിൽ നിന്ന് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. എന്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് ആ കഥയിലുള്ളത് മൊത്തം പറയാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷെ ഇന്ന് കാണുന്ന കഥയുടെ ഒരു പോയിന്റ് പോലും വിടാണ്ട് അമ്മ അത് മുഴുവനും പറയും. ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോ വൈകുന്നേരം ഈ സീരിയലിന്റെ സമയത്ത് കറണ്ട് പോയി. അന്നേരം അമ്മയ്ക്ക് സീരിയൽ കാണാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി കിടന്നു കഴിഞ്ഞപ്പോ ഏതോ ഒരു അമ്മച്ചോ മോളോ ആരാണ്ട് മരിക്കുക എന്തോ ചെയ്യാനായിട്ട് ഇരിക്കണു. അല്ല സാറേ. അന്നേരം ഈ അമ്മ പറയാ, ശോ അതിന് എന്താ പറ്റിയ എന്നാന്ന് അറിയാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു എന്നാമ്മ പറ്റിയ, ആർക്കാ എന്താ പറ്റിയമ്മേന്ന് ചോദിച്ചു. അന്നേരം അമ്മ പറയാം, അല്ല ആ സീരിയലിനകത്ത്. ഞാൻ ചാടി എണീറ്റിരുന്ന ചോദിച്ചു, അമ്മ എന്നതാ ഈ പറഞ്ഞു. ഞാൻ ഓർത്ത് ആർക്കാണ്ടൊക്കെ എന്തോ പറ്റിയെന്ന് ഓർത്തേന്ന് ഞാൻ ഓർത്തു. അതുപോലെ ഇവരുടെ മനസ്സിൽ കിടന്നുകൊണ്ട് ഈ സീരിയലിനെ കുറിച്ചും ഈ കഥകളെ കുറിച്ചും എല്ലാം അവർ അതുപോലെ തന്നെ ഓർത്ത് വെച്ച് ആസ്വദിച്ചോണ്ടിരിക്കുകയാണത്. വയ്യാതെ കിടക്കുന്ന അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ആ ടൈമിൽ എഴുന്നേറ്റ് അവർ ആരോഗ്യമായി നടക്കാനും പോകാനും ആ സീരിയലിൽ നിന്ന് കാണാനും അവിടെ ഇരുന്നൊരു ചായ കുടിക്കാനും കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതാണ് അവരുടെ ആരോഗ്യം. അമ്മ നല്ല രീതിയിൽ ഇനി 20 വർഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.